ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ചെടിയെ ഇംഗ്ലീഷിലൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ മൊത്തായി ചെടിയെ പറയുന്നതാണ് പ്ലാന്റ്. കുറേ ചെടികളുണ്ടെങ്കിൽ പ്ലാന്റ്സ് കുറേ ഉണ്ടെങ്കിൽ എന്താ അവിടെയൊക്കെ കുറേ ഉണ്ട് പ്ലാന്റ്സ്. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ അടിയിൽ റൂട്ട് ഉണ്ടാവും. ഈ ചെറിയൊരു ചെടിയിലെ റൂട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത്. ഇതിൻ്റെ അടിയിൽ എന്താ വലിയ റൂട്ട്. പിന്നെ ഇതിനാണ് പറയുന്നത് സ്റ്റം. പിന്നെ ഇതാണ് ഇതാണ് പറയുന്നത് ബ്രാഞ്ചസ്. ഇതൊക്കെയാണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എന്താ ഇത് കണ്ടില്ലേ, ഇതാണ് ബഡ് എന്ന് പറഞ്ഞാൽ മുട്ട്. ഇതില്ലേ മലയാളത്തിലാണ് മുട്ട് പറയുന്നത്, ഇംഗ്ലീഷിൽ ബഡ് എന്ന് പറയും. പിന്നെ അതാ അതിങ്ങനെ വലുതായി ഈ രൂപത്തിൽ വന്നു. പിന്നെ അതിങ്ങനെ നീണ്ട് വലുതായി ഇതാ ഈ ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവ് കണ്ടില്ലേ. പിന്നെ ഇതിനെ കാണാൻ നല്ല രസമുള്ളവർ. പിന്നെ ആണെങ്കിൽ ഫസ്റ്റ് വരുന്ന ലീഫാണ്. കണ്ടില്ലേ ലീഫ്, അതിന് ലീഫുണ്ട് കേട്ടോ. ലീഫുകൾ കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. പിന്നെ ആണെങ്കിൽ കുറേ ലീഫുകളുണ്ടെങ്കിൽ ലീഫ്സ്. പിന്നെ ആണെങ്കിൽ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നൊക്കെ കാര്യമാണ്. ഇതിൻ്റെ ഉള്ള റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ എത്തുമല്ലോ, മണ്ണിൻ്റെ ഇവിടെ. അപ്പം അത് റൂട്ട് എന്ത് ചെയ്യും, വലിച്ചെടുക്കും. നമ്മളിങ്ങനെ എടുക്കുന്ന പോലെ നമുക്ക് കാണില്ല, അടിയിൽ നിന്ന് വലിക്കും. പിന്നെ ഇതുള്ളത് ഭൂമിൻ്റെ അടിയിലാണ് വേരുള്ളത്. ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെമ്മിന് കൊടുക്കും. അത് ഇങ്ങനെ കൊടുത്ത് ബ്രാഞ്ചസിന് നൽകും, ഇത് കൊടുക്കും. അങ്ങനെയാണ് ഇതിങ്ങനെ വലുതായി വരുന്നത്.